33 രൂപയ്ക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എടുത്തിട്ടുണ്ടല്ലേ? അവർ ആദ്യം എത്ര ചോദിച്ചു? 40 ചോദിച്ചു. അവർ 39 രൂപ ചോദിച്ചു. ആണല്ലേ? അവസാനം ചേട്ടൻ വില പേശി ചേട്ടന്റെ അടുപ്പിച്ചുള്ള വിലയിൽ കിട്ടി അല്ലേ? ചേട്ടന്റെ വില കിട്ടിയപ്പോഴാണ് കാരെ പിടിച്ചത് അല്ലേ? ചേട്ടാ പേരെന്താ? എന്റെ പേര് സുധീർ. എവിടെ നേട്ടം വരുന്നത്? ഞാൻ വർക്കലേന്ന്. വർക്കലേന്നല്ലേ? വർക്കലേന്ന് 2 പോത്തിനെടുക്കാൻ വേണ്ടി രാവിലെ നമ്മുടെ മാമ എത്തിയിട്ടുണ്ട്. ഇത് രണ്ടെണ്ണം എടുത്തത്? ഇത് രണ്ടെണ്ണം നല്ലപ്പോ വന്നതാണ്. എനിക്കറിയില്ല അതിനെ പറ്റി. ശരി, ഞാൻ നല്ലപ്പോലത്തെ ഇടപാടാണ്. എന്തായാലും കുട്ടികളെ ഇഷ്ടപ്പെട്ടോ? ചേട്ടൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നല്ലേ? ഓക്കെ, അപ്പൊ ചേട്ടൻ ഇഷ്ടം. എന്തായാലും കുട്ടികളെ കുഴപ്പമില്ല, രണ്ടും നല്ല കുട്ടികളാണ്. രണ്ടിന് ഒരു 39 രൂപ സാധനം അവസാനം നമ്മുടെ സുധീരേട്ടന് 33 രൂപയ്ക്ക് കയറെടുത്തിട്ടുണ്ടല്ലേ? വണ്ടി ഉണ്ടോ ചേട്ടാ? വണ്ടി എടുക്കാം. വണ്ടി ഇവിടെ തന്നെ എടുക്കാം അതോ വണ്ടി? ഓക്കെ, ചേട്ടൻ വേറെ പോത്തൊക്കെ ഉള്ളതാണോ? ഞാനിപ്പോ തുടങ്ങിയതേ ഉള്ളൂ. അപ്പൊ എന്തായാലും തുടങ്ങുമ്പോ തന്നെ നമ്മുടെ മാമത്തു നിന്നാണ് വന്ന് പോത്തിനെ എടുത്തേക്കുന്നത്. കുറെ പോത്തിനെ നോക്കി നിങ്ങള്? ഇതിനെ കണ്ടു, ഇഷ്ടപ്പെട്ടു, അതിനെ തന്നെ വില വെച്ച് എടുത്തു. ഓക്കെ, കൂടെ ആരാ വന്നത്? എന്റെ പെണ്ണുമ്പിള്ള വൈഫാണ് നിൽക്കുന്നത്. ശരി, ചേച്ചിക്ക് വേണ്ടി വാങ്ങിച്ചു കൊടുത്താണോ അതോ? അല്ല, നമ്മളതായ എനിക്ക് ഇതുകൊണ്ട് ജീവിക്കണം. ആണല്ലേ? ചേട്ടൻ വേറെ എന്ത് ചെയ്യുന്നത്? കൃഷി? ഞാൻ വേറെ കടയിലൊക്കെ നിൽക്കും. ആണല്ലേ? അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഒരു വരുമാനം എന്നുള്ള രീതിയിലാണ് നമ്മുടെ പോത്തിനെ എടുത്തേക്കുന്നത്. അപ്പൊ ഈസ്റ്റർ ആയിട്ട് രാവിലെ 2 പോത്തിനെ എടുത്തു അല്ലേ? ചേച്ചിയുടെ പേരെന്താ? ഷീബ. ഷീബ ചേച്ചിയും സുധീരേട്ടനും കൊല്ലം വർക്കല അല്ലേ? വർക്കലയിൽ വന്നേക്കുന്നത്. അപ്പൊ എന്തായാലും ആദ്യമായിട്ട് 2 പോത്തിനെ വളർത്തുന്ന ആളാണ്. ഈസ്റ്റർ തന്നെ ചേച്ചിക്ക് ചേട്ടൻ 2 പോത്തിനെ എടുത്തു. ശരി, അപ്പൊ എന്തായാലും നല്ലതാണ്. ഓക്കെ, നമ്മള് രക്ഷപ്പെടണം. എന്നിട്ട് വേണം വീണ്ടും ഇതുപോലെ വരാൻ. പിന്നല്ലേ? ഓക്കെ ഓക്കെ.